എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ഏത്തപ്പഴവും അതുപോലെ ഒരു മുട്ടയും വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഏത്തപ്പഴം കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. എൻ്റെ 2 മക്കളും ഏത്തപ്പഴം കഴിക്കില്ല കേട്ടോ. പക്ഷേ ഇതുണ്ടാക്കി കൊടുത്തപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ഇതുണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എങ്ങനെ നമുക്കിതുണ്ടാക്കി നോക്കിയാലോ? അതിനുവേണ്ടി ഒരു പാത്രത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയോട് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു കളറിന് വേണ്ടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതായിട്ട് നമുക്കിതിനെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വാനില എസൻസിന് പകരം നിങ്ങൾക്ക് ഏലക്കപ്പൊടി വേണമെങ്കിലും ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ്. 1/2 കപ്പ് പാലും കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വെക്കാം. ഇവിടെ ഞാൻ ഒരു ഏത്തയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ ഏത്തയ്ക്ക എടുക്കുക. നല്ല പഴുത്തിട്ടുള്ള ഏത്തയ്ക്ക എടുക്കാം കേട്ടോ. ഏത്തയ്ക്ക കനം കുറച്ച് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. 5 6 പീസുകളായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഏത്തയ്ക്ക കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അധികം കനം കാണരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. എനിക്ക് ഏത്തയ്ക്ക 5 പീസാണ് കിട്ടിയത്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ എടുക്കാം. ഇതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നല്ലതായിട്ട് ഉരുകി വരുന്ന സമയമാകുമ്പോൾ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ഉണ്ടല്ലോ, അത് ഇതിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ തിരിച്ചും മറിച്ചും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലതായിട്ട് സോഫ്റ്റായി നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. തീ മീഡിയത്തിലിട്ട് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു കളറായി വരുന്ന സമയമാകുമ്പം നമുക്കിതിനെ കോരി മാറ്റാം. എന്നിട്ട് ഇതങ്ങ് മാറ്റി വെക്കാം. ബാക്കി കുറച്ച് നെയ്യ് അധികം ഉണ്ടല്ലോ, ഈ നെയ്യിലോട്ട് കുറച്ച് ക്യാഷ്നട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് ഉണക്കമുന്തിരിങ്ങയോട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിൻ്റെ കളറൊക്കെ മാറി മുന്തിരിങ്ങയ്ക്ക് ഒന്ന് വീർത്ത് വരുന്ന സമയമാകുമ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് മധുരത്തിന് ആവശ്യത്തിന് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കരപ്പൊടി വേണമെങ്കിലും ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ലതായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് ഫ്രൈ ആയി വരേണ്ട ആവശ്യമൊന്നുമില്ല. കളറൊക്കെ ഒന്ന് മാറി തേങ്ങയൊക്കെ നല്ലതായിട്ട് സോഫ്റ്റായി പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്ന ഈ ഒരു പരുവം ആയി വന്നാൽ മതി. ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റി വെക്കാം. ഈ സമയം പാൻ നല്ലതായിട്ട് ചൂടായിട്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ തീ ഫുൾ കുറച്ച് വെക്കുക. എന്നിട്ട് ഞാൻ ഇതിലോട്ട് ശകല എണ്ണയാണ് ഒഴിച്ച് കൊടുത്തത്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. പാൻ അധികം ചൂട് കാണരുത്. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ, മുട്ടയുടെയൊക്കെ മിക്സ്, ആ മിക്സ് ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. പാനിൻ്റെ എല്ലാ സൈഡിലോട്ടും ആവത്തക്ക രീതിയിൽ ഇതിനെ ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കണം. തീ കുറച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും കേട്ടോ. മുട്ടയുടെ മിക്സ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം തീ അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തയ്ക്കാണ് ഇതിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ 2 അറ്റഭാഗത്തായിട്ട് ഏത്തയ്ക്ക വെച്ച് കൊടുക്കരുത്, ഈ രീതി വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ തേങ്ങ മിക്സ് ഉണ്ടല്ലോ, മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്ത്, അതുകൊണ്ട് എൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക, അതിൻ്റെ ചൂട് കുറയാനായിട്ട് കേട്ടോ. ഒന്ന് ചൂട് കുറഞ്ഞ് കഴിയുമ്പം ഈ കാണിക്കുന്ന രീതിയിൽ ഇതിനെ റോൾ ചെയ്ത് എടുക്കാവുന്നതാണ്. ചൂടോടുകൂടിയാണെങ്കിൽ ഇതിനെ റോൾ ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ്, കാരണം ഭയങ്കര ചൂടാണ്, നമുക്ക് കൈ കൊണ്ട് റോൾ ചെയ്യാൻ പറ്റത്തുമില്ല. അപ്പോൾ ചൂട് കുറച്ച് കുറഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ ഈസി ആയിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റാം. ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഇത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലൊരു പീസ് നിങ്ങളെ എടുത്ത് കാണിച്ചു തരാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഏത്തയ്ക്ക കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകഭാഗം കാണുമ്പോൾ അറിയാമല്ലോ, തേങ്ങയുടെ ആ ഒരു മിക്സും അതുപോലെ ഏത്തയ്ക്കയും അതുപോലെ മുട്ടയുടെ ആ മിക്സ് വെച്ച് നമ്മൾ ഒരു കോട്ടിങ് ഉണ്ടാക്കിയില്ലേ, അതും എല്ലാം കൂടെ വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് വാനില എസൻസിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുമ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. പലരും ഇത് തയ്യാറാക്കി നോക്കുന്നതെന്നറിയാം, അറിയാത്തവർക്ക് വേണ്ടിയാണ് വീഡിയോ കാണിച്ചത്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.